ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഫ്രൂട്ട് സലാഡ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡറാണ്. 39 രൂപയാണ് വരുന്നത്. നമ്മൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പാലിൻ്റെ പാക്കറ്റാണ് മൊത്തത്തിൽ എടുക്കുന്നത്. ഇനി ഞാൻ കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കട്ടകളില്ലാതെ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ പാക്കറ്റിലുള്ള ബാക്കി പാല് തീമത്ത് വെച്ചുകൊണ്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തത് തരിച്ചാണ് നമ്മൾ ഈ പാലിലേക്ക് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ അതിലെ കട്ട നമ്മളെ ഇതിലേക്ക് വരും. അതുകൊണ്ട് തരിച്ചുകൊണ്ട് വേഗം കുറുക്കിയെടുക്കാം. കുറുകി വരുന്നുണ്ട്. ഒന്നുകൂടി കുറുക്കിയെടുക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആപ്പിള് കഷ്ണമാക്കി മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ മൈസൂർ പഴം ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പഴുത്ത മാങ്ങ കഷ്ണമാക്കി മുറിച്ചിട്ട് കൊടുക്കുക. ഇനി പച്ചമുന്തിരി കഷ്ണമാക്കി ഇട്ടെടുക്കുക. ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് കഷ്ണമാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടി ഇത് മൊത്തത്തിൽ മിക്സ് ആക്കുക. ഇപ്പോൾ അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, സീ യു.